എല്ലാവർക്കും ഫിസിക്സ് അമിഗയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഇന്നത്തോടുകൂടി നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം സ്ട്രൈറ്റ് ലൈൻ മോഷൻ്റെ ഗ്രാഫുകളും അതിനുശേഷം ഫ്രീ ഫാൾ അല്ലെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ഗ്രാഫാണ് എടുക്കാനുള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇതിൽ ഏത് ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിലും എക്സ് ആക്സിസ് നമുക്ക് ടൈമാണ് എടുക്കാനുള്ളത്, വൈ ആക്സിസ് നമ്മൾ പൊസിഷനോ വെലോസിറ്റിയോ ആക്സലറേഷനോ എടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ എക്സ് ആക്സിസ് നമ്മൾ ടൈമും വൈ ആക്സിസ് നമ്മൾ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യെല്ലോ കളറിലെ ബോഡി ഒറിജിനിൽ നിന്ന് 1 യൂണിറ്റ് അപ്പുറത്താണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കും? 1 മീറ്ററിലുള്ള സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇനി ബ്ലൂ കളറിലെ ഈ ബോർഡ് നോക്കൂ. 2 മീറ്റർ അല്ലെങ്കിൽ 2 യൂണിറ്റ് അപ്പാർട്ടാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? 2 മീറ്ററിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. സെയിം ഇൻ ദി കേസ് ഓഫ് റെഡ് കളർ. അപ്പോൾ ഈ 3 ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ബോഡി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നമ്മൾ 3 ഒബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യെല്ലോ, ബ്ലൂ, റെഡ്. ഈ 3ൻ്റെയും പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമുക്ക് യെല്ലോ ഒറിജിനിൽ തുടങ്ങി മൂവ് ചെയ്യാണ്. വെലോസിറ്റി v1 ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും? ഇൻക്ലൈൻ ടു ബോത്ത് ദി ആക്സസ്. സെയിം അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ പറഞ്ഞ ഒബ്ജക്റ്റ് എങ്ങനെയാണ്? വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വെലോസിറ്റി v1നേക്കാൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും? ഇൻക്ലൈൻ ടു ബോത്ത് ദി ആക്സസ്. അതിൻ്റെ സ്ലോപ്പ് നോക്കൂ, v1നേക്കാൾ കുറച്ച് കൂടെ കൂടുതലാണ് അല്ലേ? ഇനി നമ്മൾ റെഡിൻ്റെ നോക്കാം. റെഡിൻ്റെ വെലോസിറ്റി v3 ആണെങ്കിൽ v3 ഈസ് ലെസ് ദാൻ v1 ആൻഡ് v2. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇൻക്ലൈൻ ടു ബോത്ത് ദി ആക്സസ് ആൻഡ് സ്ലോപ്പ് എന്താണ്? v1നേക്കാളും v2നേക്കാളും കുറവാണ്. നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്ലോപ്പ് എടുക്കാം. സ്ലോപ്പ് എന്താ? ടാൻ തീറ്റ ഇസിക്കൽ ടു y/x. y എന്താണ്? y എന്ന് പറഞ്ഞാൽ പൊസിഷനിലുള്ള ചേഞ്ച്, എക്സോ ടൈം. അപ്പോൾ y/x എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? പൊസിഷനിൽ ചേഞ്ച് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അതെന്താണ്? വെലോസിറ്റി. അപ്പോൾ യൂണിഫോം മോഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വെലോസിറ്റി കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സലറേറ്റിംഗ് ബോഡീൻ്റെ നോക്കാം. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഈ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, ഈ 2 കേസസ് ഉണ്ടാവും. ഓക്കെ, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ ആക്സലറേഷൻ എന്ന് പറയും. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസലറേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന കേസാണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ പരാബോള വിത്ത് ഇൻക്രീസിങ് സ്ലോപ്പ്. ഇനി ആക്സലറേഷൻ യൂണിഫോം ആണ് വിത്ത് വെലോസിറ്റി ഡിക്രീസിങ് വെലോസിറ്റിയുള്ള, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡി ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ആൾസോ എ പരാബോള വിത്ത് ഡിക്രീസിങ് സ്ലോപ്പ്. ഇനി ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിൻ്റ് സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. അടുത്ത നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. റെസ്റ്റുള്ള ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വെലോസിറ്റി എന്തായി? 0 ആയി. അപ്പോൾ 0 വെലോസിറ്റിയുള്ള ഒരു വസ്തുവിൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം? കം ഓൺ, ഇറ്റ്സ് വെലോസിറ്റി 0. അപ്പോൾ ഇറ്റ്സ് ഗ്രാഫ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ടൈം ആക്സിസ്. അടുത്ത നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി നോക്കാം. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുള്ള 3 ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, യെല്ലോ, ബ്ലൂ, റെഡ്. അതിൻ്റെ വെലോസിറ്റി v1, v2, v3 ആണ്.
V1 greater than V2 greater than V3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? They are parallel to time axis. V1 greater than V2 greater than V3 ആണല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന പറയുമ്പോൾ ഒന്നുകിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ്. ആക്സലറേഷൻ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ റിട്ടാർഡേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ രണ്ട് കേസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കേസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് ഗ്രാഫ് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് ദി ആക്സിസ്. നമുക്കിവിടെ 3 ബോഡി കൊടുത്തിട്ടുണ്ട്, യെല്ലോ, ബ്ലൂ, റെഡ്. അതിൻ്റെ ആക്സലറേഷൻ A1 A2 A3 ആണെന്ന് വിചാരിക്കാം. A1 ഗ്രേറ്റർ ദാൻ A2 ഗ്രേറ്റർ ദാൻ A3 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫ്. A1 അല്ലടാ ഏറ്റവും വലുത്, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഏറ്റവും കൂടുതലായിരിക്കും. വേറെ ഒന്നുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? സ്ലോപ്പ് ഇസിക്കൽ ടു ടാൻ തീറ്റ ഇസിക്കൽ ടു y/x. y ആക്സിസിൽ എന്താ ഇവിടെ? വെലോസിറ്റി. x ആക്സിസിലോ ടൈം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ഇറ്റ്സ് ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നാൽ ആക്സലറേഷൻ കാണാനറിയല്ലോ. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നാൽ വെലോസിറ്റിയും കാണാൻ ഇതിനു മുമ്പ് പഠിച്ചല്ലോ. ഓക്കെ. അത് പിന്നെ റിട്ടാർഡേഷനിലുള്ള 3 ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. R1 R2 R3 ആണത് ആക്സലറേഷൻ. ഓക്കെ. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇൻക്ലൈൻ ടു ബോത്ത് ദി ആക്സിസ്. ഇങ്ങോട്ട് ചേരുന്നുണ്ടായിരിക്കും, കാരണം എന്താ? റിട്ടാർഡേഷനിലാണ്. ഓക്കെ. അഥവാ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അടുത്ത നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് നോക്കാം. ആക്സലറേഷൻ ടൈം ഗ്രാഫ് നോക്കുമ്പോൾ ആക്സലറേഷനിലുള്ള ഒരു ബോഡീൻ്റെ നോക്കണം, അതുപോലെ തന്നെ റിട്ടാർഡേഷനുള്ള മറ്റൊരു ബോഡീൻ്റെ 2 കേസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും വെലോസിറ്റി കൂടി വരായിരിക്കും. ഡിസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരുന്ന കേസ്. അപ്പോൾ വെലോസിറ്റി കൂടി വരുന്ന കേസ് നമുക്ക് 2 ഉണ്ടാവും. ഒന്ന് ആക്സലറേഷൻ കൂടി വരുന്നതും ഒന്ന് ആക്സലറേഷൻ കുറഞ്ഞു വരുന്നതും. അപ്പോൾ വെലോസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്സലറേഷൻ കൂടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സോൾവ് ആക്കിയിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ നോക്കാം, നമ്മൾ 3 കേസ് പറയുന്നുണ്ട്. ഒന്ന് യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൽ ഓരോ സെക്കൻഡായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു സെക്കൻഡ് റെസ്റ്റിലുള്ള ബോഡി 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡിലോട്ട് എത്തുന്നു. മൂന്നാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ആക്സലറേഷൻ ഓരോ ഇൻ്റർവെല്ലിലും 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇവിടെ നോക്കും, 0 to 5 ആക്സലറേഷൻ 5, 5 to 10 ആക്സലറേഷൻ 5, 10 to 15 ആക്സലറേഷൻ 5 സ്ക്വയർ. ഇനി നമ്മൾ ആക്സലറേഷൻ കൂടി വരുന്ന കേസ്. അപ്പോൾ എന്തായാലും വെലോസിറ്റി എന്തായാലും കൂടിക്കൊണ്ടിരിക്കണം, ആക്സലറേഷനും കൂടും. അതിൻ്റെ എക്സാമ്പിൾ നോക്ക്. ഇനി ഒരു ഒബ്ജക്റ്റ് 0 വെലോസിറ്റിയിൽ നിന്ന് ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡും രണ്ടാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ് മൂന്നാമത്തെ സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റി സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എങ്ങനെ ഉണ്ടാവുക? ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും രണ്ടാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും മൂന്നാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. ഇവിടെ വെലോസിറ്റിയും ആക്സലറേഷനും ഒരേ സമയം കൂടുകയാണ് ചെയ്തത്. കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് 0 വെലോസിറ്റിയിൽ നിന്ന് ആദ്യം 15 മീറ്റർ പെർ സെക്കൻഡായി, രണ്ടാമത്തെ സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 25 മീറ്റർ പെർ സെക്കൻഡായി, മൂന്നാമത്തെ സെക്കൻഡിൽ 25 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 30 മീറ്റർ പെർ സെക്കൻഡായി. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണ്? ആദ്യത്തെ ഒരു സെക്കൻഡിൽ 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും രണ്ടാമത്തെ സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും മൂന്നാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമായി. ഇപ്പോൾ ആക്സലറേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് നോക്കൂ. 15 ഉള്ളത് 10 ആയി, 10 ഉള്ളത് 5 ആയി. ആക്സലറേഷൻ കുറഞ്ഞു വരുന്നു, അതേസമയം വെലോസിറ്റി കൂടി വരുന്നു. ഓക്കെ അല്ലേ? സംഭവം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 കേസ് നമുക്ക് വരക്കാം. ഈ 2 കേസിൻ്റെ ആക്സലറേഷൻ ഇൻക്രീസിങ് ആൻഡ് ആക്സലറേഷൻ ഡിക്രീസിങ്, ഈ 2 കേസിൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഇൻക്രീസിങ് ആക്സലറേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ്? ഇറ്റ്സ് എ പരാബോള വിത്ത് ഇൻക്രീസിങ് സ്ലോപ്പ്. ഇനി ആക്സലറേഷൻ കുറഞ്ഞു വരുന്ന കേസ് ആണെങ്കിലോ, ഇറ്റ്സ് ഓൾസോ എ പരാബോള വിത്ത് ഡിക്രീസിങ് സ്ലോപ്പ്.
ഇനി നമുക്ക് ഇതേപോലെ തന്നെ റിട്ടാർഡേഷനിൽ 2 കേസ് ഉണ്ടാവും. ഒന്ന് റിട്ടാർഡേഷൻ കൂടുന്നതും ഒന്ന് റിട്ടാർഡേഷൻ കുറയുന്നതും. അപ്പോൾ റിട്ടാർഡേഷൻ കൂടുന്ന കേസാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഇറ്റ്സ് എ പരാബോള. പിന്നെ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. പരാബോളയുടെ സ്ലോപ്പ് എടുത്താൽ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഇൻക്രീസിങ്. സെയിം കേസ് എന്തിനുണ്ടാവും? റിട്ടാർഡേഷൻ ഡിക്രീസിങ് എന്ന കേസിനും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു പരാബോളായിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഡിക്രീസിങ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യണം. ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കല്? യു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷൻ നമ്മൾ എന്താ വിളിക്കുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ വാല്യൂ ആണ് 9.8 m/s². അപ്പോൾ ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0. ഹൈറ്റ് h അല്ലടാ, മുകളിൽ നിന്ന് അടി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ h എന്ന് വിളിച്ചു, ഹൈറ്റ് h. ആക്സിലറേഷൻ g. പിന്നെ എന്താണുള്ളത്? ഫൈനൽ വെലോസിറ്റി v ഇസ് ഈക്വൽ ടു v ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. എത്ര ഉണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇനി നമ്മളെ ബോഡി അടിയിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി v എന്തായിരിക്കും? നമുക്കറിയാം v ഇസ് ഈക്വൽ ടു u പ്ലസ് at. അപ്പോൾ v ഇസ് ഈക്വൽ ടു u0. എക്ക് പകരം g. അപ്പോൾ v ഇസ് ഈക്വൽ ടു gt. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി കിട്ടിയല്ലോ. നമുക്ക് ടി ആണ് കണ്ടത്. എത്ര സമയം കൊണ്ട് അടിയിലേക്ക് എത്തുന്നതാണ് കാണുന്നതെങ്കിൽ ടി ഇസ് ഈക്വൽ ടു എന്താണ്? v/g. ഓക്കെ, ഇനി നമ്മളൊരു ബോഡി എന്ത് ചെയ്യാണ്? നേരെ മുകളിലേക്ക് കയറിയാണ്, വെർട്ടിക്കലി അപ്വാർഡ് കയറിയാണെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ നേരെ ഡ്രോപ്പ് ചെയ്തു, ഇനി നേരെ മുകളിലേക്ക് 90 ഡിഗ്രിയിൽ കയറിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവുമല്ലോ. അതിന് നമുക്ക് v ഇസ് ഈക്വൽ ടു 0, ഫൈനൽ വെലോസിറ്റി v ഇസ് ഈക്വൽ ടു 0 എന്ന് വിളിക്കാം. അപ്പോൾ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് അത്ര നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ കാണാം? നമുക്കറിയാം v ഇസ് ഈക്വൽ ടു u പ്ലസ് at. അപ്പോൾ v എന്താ? ഫൈനൽ വെലോസിറ്റി 0 ആവണ വരെയാണല്ലോ നമ്മൾ നോക്കുന്നത്. v ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു u പ്ലസ് at. u എന്ന് പറയുമ്പോൾ നമ്മൾ എറിഞ്ഞ വെലോസിറ്റി, അത് എത്ര ആയിക്കോട്ടെ. നേരെ മുകളിൽ അറിയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? -g ആയിരിക്കും. t 0 ആകും. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു u മൈനസ് gt. നമുക്ക് ടി ആണ് കാണുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ gt ഇസ് ഈക്വൽ ടു u എന്ന് എഴുതാം. അതുപോലെ t ഇസ് ഈക്വൽ ടു u/g. അപ്പോൾ നമ്മൾ നേരെ ഒരു ബോഡി നേരെ മുകളിൽ കയറുകയാണെങ്കിൽ ടോപ്പിലെത്താൻ എടുക്കുന്ന ടൈം എത്രയാണ്? t ഇസ് ഈക്വൽ ടു u/g. ഇനി നമുക്ക് എത്ര ഹൈറ്റ് കവർ ചെയ്ത് നോക്കാം. നേരെ മുകളിൽ u വെലോസിറ്റിയിൽ പറഞ്ഞാൽ എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആരോപിക്കാം v² ഇസ് ഈക്വൽ ടു u² പ്ലസ് 2as. v എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി, അത് 0 ഇസ് ഈക്വൽ ടു u എന്ന് പറയുമ്പോൾ നമ്മൾ എറിഞ്ഞ വെലോസിറ്റി u² പ്ലസ് a മൈനസ് g അല്ലേ. അപ്പോൾ നമുക്ക് -2g s പറയുമ്പോൾ h എന്ന് കൊടുക്കാം. ഓക്കെ, -2gh ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2gh ഇസ് ഈക്വൽ ടു u². ഹൈറ്റിൽ നമുക്ക് കിട്ടേണ്ടത് h ഇസ് ഈക്വൽ ടു u²/2g. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബോഡി നേരെ വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിൽ എറിഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു u/g. ഹൈറ്റ് കവേർഡ് എന്താണ്? u²/2g. ഓക്കെ.